ഹലോ നമസ്കാരം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ചപ്പാത്തി ഉണ്ടാക്കിയാലോ? ഒബ്ബട്ടാണ് കേട്ടോ ഇത്. ശരിക്കും ഒബ്ബട്ടിന് നമ്മൾ എന്താ പറയുക, ദാലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്തുള്ള ഫില്ലിങ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഗോതമ്പ് മാവ് കേട്ടോ. നോർമൽ ഗോതമ്പ് മാവാണ്. വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം ഇത് കേട്ടോ. എത്ര ഗോതമ്പ് മാവ് എടുത്തോ അതിൻ്റെ പകുതിയോളം നമ്മുടെ ബോംബെ റവ ഉണ്ടല്ലോ, ചെറിയ റവ, അത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നും വരില്ല. ഇതിന് കുറച്ച് സോൾട്ട് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഇതിന് ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ കുഴച്ചത്. ചൂടുവെള്ളം മാത്രമല്ല, പാലും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ പാലിൽ മാത്രമായിട്ടും നമുക്കിതിനെ കുഴച്ചെടുക്കാം. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. അതുപോലെ ചപ്പാത്തി കുഴക്കുന്നത് പോലെ ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് കുഴക്കണ്ട. അറിയാലോ, നമ്മൾ ഒബ്ബട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു കൂടുതൽ മോയ്സ്ചർ ഉണ്ടാവുന്ന രീതിയിലാണ് അതിനെ കുഴച്ച് റെഡിയാക്കി വെക്കേണ്ടത്. പിന്നെ ഇതാണ് നമ്മുടെ ഫില്ലിങ്. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് റെസിപ്പി ഷെയർ ചെയ്ത ആൾ ഓൺലി കാഷ്യൂ നട്ട് ഇട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിനെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്, ഷുഗറാണ് ഇതിൻ്റെ ആ റെസിപ്പി ശരിക്കും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ശർക്കരയിലോട്ട്, ഇനി ശർക്കരയല്ല, നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഡേറ്റ്സ് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏലക്കായ കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമുക്ക് ഈ ഫില്ലിംഗ് വെച്ചിട്ട് സാധാരണ നമ്മൾ ഒബ്ബട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ മാവ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി ഇതിനെ നമ്മൾ ഒന്ന് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു വാഴയിലയോ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. എളുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് കയ്യിൽ ഉണ്ടാക്കി, പിന്നെ ഞാൻ തവയിൽ വെച്ച് തന്നെ പരത്തി ഉണ്ടാക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ടും ഇത് കഴിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അപ്പോൾ പിന്നെ ഒന്നും അഴുക്കൊന്നും ആവത്തില്ല. വെറുതെ കഴിക്കാൻ തോന്നും. നമ്മൾ ചായക്കാണെങ്കിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമായിരിക്കും. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.